നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റാലി വിവാദമാവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, റാലിയിൽ കോൺഗ്രസിൻ്റെ കൊടിയുണ്ടായില്ല, ലീഗിൻ്റെ കൊടിയും ഉണ്ടായില്ല. ലീഗിൻ്റെ കൊടി ഉയർത്താൻ കഴിയാത്തത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട എന്ന് വെച്ചത് എന്ന കാഴ്ചപ്പാടാണ് പൊതുവേ ഉള്ളത്. കോൺഗ്രസ്സിന് സ്വന്തം കൊടി ഉയർത്താൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിമർശിച്ചു. എന്നാൽ മുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കേണ്ട എന്ന് KC വേണുഗോപാൽ അതിന് മറുപടിയും പറഞ്ഞു. പതാക വിവാദമാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ശ്രീ ബൈജു ആണ്. ശ്രീ ബൈജു, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ കൂടി മഞ്ചേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, ഈ പതാക വിവാദത്തെ ശ്രീ മുഹമ്മദ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പൊ അവരെ ഒരു ദേശീയ പാർട്ടിന്റെ ഒരു പതാക ഉയർത്താൻ പറ്റാത്തൊരു പരിസ്ഥിതി വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വന്നു, വയനാടിൽ ഈ പ്രാവശ്യവും വന്നു. അപ്പൊ എന്താ വെച്ചാൽ ലീഗിന്റെ പതാക ഉയർത്താഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഉയർത്തിയില്ല എന്നുള്ളതാ പറഞ്ഞത്. ഇതിനെതിരെ മുഖ്യമന്ത്രി സംസാരിച്ചതും അതിന് മറുപടി പറഞ്ഞതും കേട്ടു. ഇനി ഞാൻ പറയുന്നു, അപ്പോ ഇവരോട് ഇങ്ങനെ ഇതിന്റെ അപ്പുറമൊക്കെ പറയാം, ഐറ്റങ്ങൾ പാവം സഹിച്ചോളും. കാരണം മൂന്നാം മന്ത്രിക്ക് കുറെ നടന്നു കിട്ടിയില്ല, അഞ്ചാം മന്ത്രി കുറെ കരഞ്ഞു. അവസാനം EM സാറ് പറഞ്ഞു ഞങ്ങള് പോകൂട്ടോ പറഞ്ഞപ്പോ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇപ്പൊ ഈ ഒരു കാര്യത്തിന് അവർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് പഴയ കാലത്ത് ബഹുമാനപ്പെട്ട നമ്മളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ചത്ത കുതിരയാണ് ലീഗ്. ഇതൊക്കെ കേട്ട് ഈ ഓരോ ആട്ടും തുപ്പൊക്കെ കേട്ടിട്ട് എന്തിനാണ് അവരെടുത്ത് നിൽക്കുന്നത്? അവരെ ഇക്കും പോകണ്ട, അവർ ഒറ്റക്ക് മത്സരിച്ചാൽ തന്നെ അവർക്ക് എമ്പാടും സീറ്റ് കിട്ടും. അത് നിങ്ങൾ കോൺഗ്രസിനെയും ലീഗിനെയും തമ്മിലടിപ്പിക്കാനുള്ള ഒരു തന്ത്രമല്ലേ? അതൊന്നുമല്ല. ഓൾക്ക് നല്ല വിവരമുള്ള ആൾക്കാരാണ്. പിന്നെ അവരെ ദേശീയ അധ്യക്ഷൻ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു പിണറായി ചെയ്യുന്നത് അതൊക്കെ ഒരു ഷോ കാണിക്കലാണ്, അതൊക്കെ അങ്ങോട്ട് മുട്ടിയതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, ലീഗിന്റെ പതാക ഉത്തരേന്ത്യയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്ന ഭയം കൊണ്ടാണോ ഈ പതാക ഇല്ലാത്ത റാലി നടന്നത്? മനു സാർ നമസ്കാരം. 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 നമുക്ക് എന്ത് പറയാനാ സാർ, ഒരു ദേശീയ പാർട്ടി ഇന്ത്യയിൽ ആകമാനം പടർന്ന് പന്തലിൽ 3-2 ഭൂരിപക്ഷത്തിന് ഭരണം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഗതികേട് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ പ്രയാസമുണ്ട് സാർ. അല്ല, ഗതികേട് വന്നതല്ല, അതെ അവരുടെ പാർട്ടിയെ നിങ്ങൾ ഇത് മുസ്ലിം ലീഗ് പാകിസ്ഥാന്റെ കൊടിയാന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ കൊണ്ട് ഈ വീഡിയോ കാണിക്കുന്നത് കൊണ്ട് പേടിച്ചിട്ടായിരിക്കും. അല്ല, അത് ഞാൻ മുമ്പേ പറയാറില്ലേ സാർ, സംഘപരിവാർ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പിന്റെ ഗിമ്മിക്ക് ആരും പഠിപ്പിക്കണ്ടെന്ന്. അത് അവരുടെ ബുദ്ധിയും അവരുടെ തന്ത്രവും. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ധാർമ്മികത വേണ്ടേ ശ്രീ ബാലകൃഷ്ണൻ? തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ധാർമ്മികത. കാരണം ഈ ഉത്തരേന്ത്യക്കാർക്ക് ഒരുപക്ഷെ മുസ്ലിം ലീഗിനെ അറിയില്ല, അവർക്കറിയാവുന്ന മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗാണ്. അങ്ങനെ അല്ലാത്ത ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ ധാർമ്മികത വേണ്ടേ സ്ഥാനാർത്ഥി? ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഇപ്പൊ 2 ദിവസം മുമ്പ് SDPI പിന്തുണ കൊടുക്കുന്നെന്ന് അവര് സ്വയമേധിയാണെന്ന് പറഞ്ഞു. അപ്പോ കേരളത്തിലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും അതിനെ എതിർക്കുവാനോ ന്യൂനപക്ഷ ഭീകരവാദിയുടെ വോട്ട് വേണ്ടെന്നോ പറയാനുള്ള തന്റെ ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് എന്താണെന്നറിയോ, CPIM അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. UDF ഒരു കെണിയിൽ വീഴ്ത്തിയതാണ്. കാരണം SDPI എക്കാലവും CPIM-നാണ് പിന്തുണ കൊടുക്കുക. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പം ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ടും അവരെ ഭീകര താണ്ഡവത്തിന് സപ്പോർട്ട് കൊടുക്കുന്നതും പിണറായി ഗവൺമെന്റ് ആണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് UDF ജയിക്കൂ എന്ന് തോന്നിയപ്പോൾ അവര് കെണിയിൽ വീഴ്ത്തിയതാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയില്ലാത്ത കോൺഗ്രസ് ആണ്. പിന്നെ കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ഇന്ത്യ മുന്നണി വരുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഈ രാജ്യത്ത് ഏതെങ്കിലും 1.5 വയസ്സുള്ള കുട്ടിക്ക് തോന്നുമോ സാർ? അല്ല, ഞാൻ അതിനൊരു ഉത്തരം പറയുന്നില്ല. കാരണം ഞാനിപ്പോ ആർക്കെങ്കിലും വിജയം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല. അത് വിജയം ഉറപ്പിക്കണ്ട സാർ.
രാജ്യത്ത് നമുക്ക് നോക്കിക്കണ്ടാൽ ഇപ്പൊ CPM-നെ സംബന്ധിച്ച് അവർക്ക് 4 സീറ്റ് കിട്ടുമോ എന്നുള്ള തെരഞ്ഞെടുപ്പാണ് അവർ നടത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 40 സീറ്റ് എങ്ങനെയും കിട്ടുമോ എന്നുള്ളതാണ് അവരെ. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അതല്ല. എത്രയും ഭൂരിപക്ഷം മേടിച്ചിട്ട് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ പറ്റുന്ന ജനങ്ങൾക്ക് അനുസൃതമായി നടപ്പാക്കാൻ, ജനാധിപത്യത്തിന് അനുസൃതമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന നിയമം നടപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി വേണ്ടി. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഒരാൾ കൂടി കാത്തു നിൽക്കുന്നുകൊണ്ടാണ്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? സ്വന്തം കൊടിയോട് തന്നെ ഐത്തം പ്രഖ്യാപിക്കേണ്ട നിലയിലായോ കോൺഗ്രസ്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം SDPയുടെ വോട്ടിനെ പറ്റിയായിരുന്നു ചർച്ച. പിണറായി വിജയന് കാരണം കിട്ടൂല എന്ന് ഉറപ്പായതുകൊണ്ട് ഇത്രയും കാലം SDPയുടെ വോട്ട് വാങ്ങിച്ചാണ് പിണറായി വിജയൻ ഭരിച്ചത്. ഇത്തവണ അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കിട്ടാത്തതിനെ നേരത്തെ വേണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അത് ഇവിടെ നേതാക്കന്മാർ മാത്രം എടുത്താൽ പോരാ, അത് അഖിലേന്ത്യാ തലത്തിൽ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട കേസാണ്. അവർ പറ്റ ദിവസം തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അല്ല, പിണറായി വിജയന് BJP പേടിച്ചിട്ട് അങ്ങനെ വേണ്ടാന്ന് പറയാം. കോൺഗ്രസിന് അതിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ ഈ കൊടിയുടെ കാര്യം പറഞ്ഞാല് ലീഗിന്റെ കൊടി മാത്രമല്ല ഇല്ലായിരുന്നത്, കോൺഗ്രസിന്റെ കൊടിയും ഇല്ല. ലീഗിന്റെ കൊടി പറഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാന്റെ ആയിരുന്നു പറഞ്ഞു. ഇനിയിപ്പോ കോൺഗ്രസിന്റെ ഭാഗത്ത് തുടങ്ങിയ യവന്മാർ പറയുകയും താലിബാന്റെ കൊടിയാണെന്ന്. അതിനൊക്കെ ഇനി വിശദീകരണം പറഞ്ഞത് നടക്കണ്ടേ? എനിക്ക് ചോദിക്കാനുള്ളതല്ല, ഈ മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിക്ക് 2 വോട്ട് പിടിച്ചു കൊടുക്കാതെ, കാരണം പിടിച്ചു കൊടുത്തിട്ട് കാര്യമില്ലാത്ത അങ്ങർക്ക് മനസ്സിലായി. അതുകൊണ്ട് ചുമ്മാ BJPയെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? BJPയെ പറ്റി പറഞ്ഞാൽ നാളെ അകത്താവും. പിന്നെ കോൺഗ്രസിനല്ലേ പറയാനുള്ളൂ. അതുകൊണ്ട് അത് മാത്രം കണക്കൂട്ടിയാൽ മതി. സാറേ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ കണ്ണൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ ദാസൻ, ഈ ലീഗിന്റെ വോട്ട് വേണം പക്ഷേ ലീഗിന്റെ കൊടി വേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസിന് എന്നാണ് മുഖ്യമന്ത്രി പരിഹസിക്കുന്നത്. ശ്രീ ദാസന് എന്ത് തോന്നുന്നു? ആ പരിഹാസത്തിൽ കഴമ്പുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ലീഗിന്റെ ഒരു ഗതികേടാണ്. കാര്യം ലീഗ് ഇല്ലെങ്കിൽ UDF സംവിധാനം തന്നെ കേരളത്തിൽ ഇല്ല. ഈ രാഹുൽ ഗാന്ധി പോലും ജയിക്കൂല ലീഗ് വേണ്ടാല്. ആ സമയത്തിലെ ലീഗിന് ഇത്രയും വൃത്തികെട്ട രീതിയിൽ അവർ ഏറ്റവും നാണം കെടുത്തല്ല. അവർ ആദ്യം തന്നെ 3 സീറ്റിന് ചോദിച്ചാൽ അവർ കൊടുത്തില്ല. ഇപ്പൊ ഇതിങ്ങനെ അതൊക്കെ വളരെ മോശമായി പോയി. കാര്യം ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നത് ഇവരുടെ അവസ്ഥ ഏത് അവസ്ഥയാണെന്ന്. ഈ തവണ തന്നെ മിക്കവാറും ഈ ലീഗിന്റെ അണികളൊക്കെ തിരിച്ചു വോട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നത് കേൾക്കുന്നത്. കാര്യം ഈ നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ UDFയുടെ താല്പര്യം. കാരണം ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ട് നിൽക്കാൻ പറ്റില്ലെന്നാണ് ലീഗിന്റെ അണികൾ പറയുന്നത്. ഇത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണ്ടേ? ലീഗിന്റെ കോൺഗ്രസ് ഇല്ലല്ലോ. പിന്നെ SDPI എന്നൊക്കെ പറഞ്ഞാല് ഈ BJP RSS വർഗീയവാദികൾ തന്നെയാണ്. അതിനെക്കാട്ടും വെറുത്ത വർഗീയവാദികളുടെ SDPI. അവരൊക്കെ 2047 കണ്ണു നട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ. അവരൊക്കെ ഒരു കാരണവശാലും അടുപ്പിക്കാൻ പാടില്ലല്ലോ. അവരൊക്കെ തീർത്തും വർഗീയവാദികൾ തന്നെയല്ലേ. IS പോലത്തെ ആൾക്കാരല്ലേ അവര്. ഇതുപോലെ കോൺഗ്രസിന്റെ കാര്യം പോക്കാം. മനു വേറൊന്നും പറയാനില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ശ്രീജേഷ് എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജേഷ്, ഈ റാലികളൊക്കെ വടകരയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ ഈ കേരളത്തിൽ? എപ്പോൾ നോക്കിയാലും വടകരയിൽ നിന്നുള്ള റാലികളുടെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അജയ്കുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. താമരശ്ശേരിയിൽ നിന്നാണ് ശ്രീ അജയ്കുമാർ വിളിക്കുന്നത് അല്ലേ? അജയ്കുമാർ കേൾക്കാമോ? അജയ്കുമാർ TV-യിൽ ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. റഫീഖ് എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് ചേരുന്നു. ശ്രീ റഫീഖിന് ഈ ചോദ്യം കേൾക്കാമോ? കൊയിലാണ്ടിയിൽ നിന്ന് റഷീദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. റഷീദ്, ഈ കൊയിലാണ്ടിയിൽ നിന്നാണ് റഷീദ് വിളിക്കുന്നത് അല്ലേ? അതെ, യെസ്. ഈ വോട്ട്, ഈ പതാക വിവാദം എങ്ങനെയാണ് വോട്ടിനെ ബാധിക്കുമെന്ന് റഷീദ് കണക്ക് കൂട്ടുന്നത്? പതാക വിവാദം അണ്ടിപോയ അണ്ണാൻ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ ആയിരിക്കുകയാണ് സംഘികളും യഥാർത്ഥത്തിൽ സഖാക്കളും. വയനാടിന്റെ മുക്കുമൂലകളിൽ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഒരു വലിയ ആയുധത്തിന് വേണ്ടി അവർ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായി. ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് UDF നടത്തിയ ഒരു വൻ മുന്നേറ്റം പതാകകളില്ലാതെ, നേരത്തെ ഈ പതാക കൊണ്ട് ഉണ്ടാകിയ ഒരു വലിയ വിപത്തുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാകകൾ കൂട്ടിക്കെട്ടിയുള്ള പ്രചരണം അവർ വല്ലാതെ ആഘോഷമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യയിലെ ആളുകൾ അത് തെറ്റിദ്ധരിച്ചിരുന്നു. ആ തെറ്റിദ്ധാരണക്ക് ഒരു വടി കൊടുക്കേണ്ട എന്ന തീരുമാനത്തിൽ അല്ല ശ്രീ റഫീഖ്, ഇത് കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് നടന്ന കഥയാണ്. ആ കഥയിൽ 5 കൊല്ലം മുമ്പ് ഇപ്പോഴും ആ ഉത്തരേന്ത്യക്കാരെ ബോധ്യപ്പെടുത്താൻ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഉത്തരേന്ത്യയിലെ ആളുകളെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലേ കോൺഗ്രസിന്? ഷോർട്ട് പീരീഡിൽ കഴിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 543 പാർലമെന്റ് നിയോജക മണ്ഡലം ഉള്ള ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് ഒരു മണ്ഡലത്തിൽ, ഏത് മണ്ഡലത്തിലാണ് നടത്തുന്നത്? ഒരു മണ്ഡലത്തിലും ഇല്ലല്ലോ. തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ അവര് തമ്മിലാണ് കഴിഞ്ഞ തവണ 1-2 സ്ഥാനത്തെത്തിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ത്യയെ തിരിച്ചു പിടിക്കുക, ഫാസിസത്തിന്റെ കൈകളിൽ നിന്നും ഇന്ത്യയെ തിരിച്ചു പിടിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിഹ്നം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം നോക്കണം. അവർക്ക് ഇനാം പേച്ച് സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ ഉണരുന്നത്. ആ രീതിയിലേക്ക് അവർ വന്നിരിക്കുന്നു. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണം. ഇന്ന് കാണുന്ന ഈ സൗഹൃദ അന്തരീക്ഷം ഇന്ത്യയിൽ എന്നെന്നും നിലനിൽക്കണം. രാഷ്ട്രപിതാക്കളും രാഷ്ട്ര നേതാക്കന്മാരും വിഭാവനം ചെയ്ത ഒരു ഇന്ത്യ, ആ ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണി നടന്നടുത്തു വരികയാണ്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും, തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ആ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് നമ്മളിവിടെ കൊടിയുപേക്ഷ. അല്ലാതെ ആരെയും ഭയപ്പെട്ടിട്ടുണ്ട് ഒന്നല്ല. പിണറായി വിജയൻ എന്തുകൊണ്ട് കൊടിയുണ്ടായില്ല എന്ന് ചോദിക്കുന്നതിന്റെ അതിന്റെ മലയാളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചില തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വിജയപ്രദമാക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. അത് ഈ കോൺഗ്രസിനും ക്ഷീണമുണ്ടാകരുത്, മുസ്ലിം ലീഗിനും ക്ഷീണമുണ്ടാകരുത്. ആ രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പാർട്ടി സംവിധാനം മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കണം എന്നുള്ള വിശ്വാസത്തോടു കൂടി. യെസ്, വ്യക്തമാണ്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപു, ഈ പതാക ഒളിപ്പിച്ചു വെച്ചതിനെ ഭീരുത്വം എന്നാണോ വിശേഷിപ്പിക്കേണ്ടത്, തന്ത്രപരമായ നീക്കം എന്നാണോ വിശേഷിപ്പിക്കേണ്ടത്? നിലപാടില്ലായ്മ എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്. എന്താണ് ഇവിടെ ഇവർ പറയുന്നത്? ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു. ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവർ BJP അവിടെ എന്തോ ഉത്തരേന്ത്യയിൽ ഇവര് എല്ലാവരുടെയും BJP-യെ നേരിടുന്നത് ഇവരാണെന്ന്, കോൺഗ്രസ് ആണെന്ന് പറയുന്നു. അവിടെ ഇവർക്ക് നേരത്തെ മനു പറഞ്ഞതുപോലെ ഈ ലീഗ് അതുപോലെയുള്ള മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ എന്ത് കള്ള പ്രചാരണങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് എന്ന് പറയുന്ന ആർജവമില്ലാത്തത് കൊണ്ടല്ലേ ലീഗിന്റെ കൊടി അവിടെ വരാത്തത്? ആ ലീഗിന്റെ കൊടി വരാത്തതിന് വേണ്ടി ലീഗ് കണ്ണുരുട്ടിയപ്പോഴേ എന്നാ പിന്നെ ഞങ്ങളും വെക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇതാണ് ഇവർ ഈ കണക്കിനാണെങ്കിൽ എങ്ങനെയാണ് ഇവർ ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക? ഏത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക? എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ ഇവരെ വിശ്വസിക്കുക? ഒരു കൊടി പൊക്കി പിടിക്കാൻ കഴിവില്ലാത്ത നാണം കെട്ട കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ കൂടെ കൊടിയും വെക്കാതെ നടക്കുന്ന ലീഗ്, ഇത്രയും നാണം കെട്ട നിലപാടില്ലായ്മ വേറെ എവിടെയെങ്കിലും ഉണ്ട്? അന്തസ്സായിട്ട് പിടിക്കണ്ടേ? ഇതാണ് ഞങ്ങളുടെ കൊടി. അവിടെ ഈ ലീഗിന്റെ മാത്രമല്ലല്ലോ കൊടി, UDF-കാരുടെ കൊടിയില്ലേ, RSPയുടെ കൊടിയില്ലേ, കേരള കോൺഗ്രസിന്റെ കൊടിയില്ലേ, മറ്റേതൊക്കെ ഫോർവേഡ് ബ്ലോക്കർ, ഈ കൊടികളെല്ലാം നിരത്തി പിടിക്കണമായിരുന്നു. ഇതെല്ലാം ഒരുമിച്ചാണ് വരുന്നതെന്ന് പറയാൻ ലീഗിന്റെ കൊടിയില്ല, എന്നാ പിന്നെ കോൺഗ്രസിന്റെ കൊടി നിങ്ങൾ വെച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ കൊടിയും വെച്ചിട്ടില്ല. ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മള് ഈ ഈദൊക്കെ വരുമ്പോ നിങ്ങളെ അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു ടൈറ്റിൽ ഇടും, എന്താണ്, ഒമാൻ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഈ പിറ കണ്ടു, നാളെ ഈദ്. അതുപോലെ വയനാട് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഈ പിന്നെ ലീഗിന്റെ കൊടി കണ്ടു, അവിടെ ചെമ്പ് പൊട്ടിക്കും. ഇങ്ങനെ പറയേണ്ട ഗതികേടല്ലേ ഇവർക്ക് വന്നിരിക്കുന്നത്? ഏത് തരം രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ എടുക്കുന്നത്? എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുക? അതല്ലേ മുഖ്യമന്ത്രി ചോദിച്ചത്, എന്തിനാണ് BJP-യെ പേടിക്കുന്നത്? ഇവർ പറയുന്നത് ലോകത്തെല്ലാവിടെയും CPM ഒരിടത്തും ഇല്ല. മനു ഇടയ്ക്ക് പറയാനുണ്ട്, ഞങ്ങൾ ഈ ചുവന്ന കൊടി റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അങ്ങനെയുള്ള പാർട്ടിക്ക് വരെ നിലപാടുണ്ടല്ലോ. ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവർക്ക് BJP-യെ നേരിടാൻ കഴിവില്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ കൊടിയില്ല കേട്ടോ. അവർ തെറ്റിദ്ധരിക്കും. എന്ത് ആ തെറ്റിദ്ധാരണ മാർത്താനുള്ള ആർജവം വേണ്ടേ? ആ നിലപാട് വേണ്ടേ? ആ നിലപാട് ഒന്നിലുള്ള പ്രസ്താവനകൾ വേണ്ടേ? ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതിനൊന്നും കഴിവില്ലാതെ പേടിച്ചു തൂറികളായി. നമ്മുടെ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ എന്തായിരുന്നു, ഞങ്ങൾക്ക് അതിനകത്ത് പരിമിതിയുണ്ട്. അതിനുശേഷം പിന്നെ അവിടെ അമ്പലം കെട്ടി ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ്സുകാർ പോകുമ്പോ എന്താണ്, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇവരുടെ പരിമിതി എന്നാ മാറുക?
എന്നാണ് ഇവർ നിലപാട് വെച്ച് സംസാരിക്കുക? ദീപു, സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, താങ്കളുടെ നിലപാട്. ഒരു ചെറിയ ഇടവേള അനിവാര്യമാകുന്നു. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തിരിച്ചെത്തിയിരിക്കുന്നു. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഈ പതാകയില്ലാതെ റാലികൾ ഒരു വ്യത്യസ്ത കാഴ്ചയാണോ? അതെ അതെ, അരിഞ്ഞാണ് ഇവിടാത്ത പിള്ളേരുടെ കൂട്ട്. കാരണം ചോദിച്ചാല് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാകയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാകയും ഒന്ന് തന്നെയാണ്. സാർ കണ്ടിട്ടുണ്ടോ? അത് രണ്ടും ഒരേപോലെ തന്നെ, ഒരേ ചിഹ്നമാണ്. നാണമില്ലാതെ അത് അവിടെ കൊണ്ട് കാണിച്ചാൽ അത് തിരിച്ചടിയാവുമെന്ന് കാണിച്ച് പേടിച്ചാണ് അവർ ചെയ്യാൻ. പിന്നെ എന്ത് വന്നാലും ഉടനെ പിണറായി വിജയന്റെ മണ്ടക്കൊണ്ടാ പാർട്ടി ചേർത്ത്. ഈ കോടിയേരി ബാലകൃഷ്ണൻ ഉള്ള സമയം മുതലേ പറഞ്ഞു ഞങ്ങൾക്ക് SDPI-യുടെയും RSS-ന്റെയും വോട്ട് വേണ്ടാന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള. പിന്നെ ആരെങ്കിലും വോട്ട് ചെയ്താൽ ഉടനെ പിണറായി വിജയൻ ജയിച്ചത് അവരുടെ വോട്ട് കൊണ്ടാണ്. പിന്നെ ഒരാൾ പറയുന്നത് 4 സീറ്റിന് വേണ്ടിയാണ് CPM മത്സരിക്കുന്നത്, 440 സീറ്റിന് വേണ്ടിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, 400 സീറ്റിന് വേണ്ടി. ഒറ്റ സീറ്റ് പോലും കേരളത്തിൽ നിന്ന് BJPക്ക് കിട്ടാൻ പോകുന്നില്ല. 15 സീറ്റെങ്കിലും ലെഫ്റ്റ് ഫ്രണ്ടിന്റെ ആൾക്കാർ ജയിച്ചെടുക്കും. വെറുതെ ഈ സ്വപ്നം കാണുന്നതല്ലാതെ. ഇനിയിപ്പം ഞാൻ കണ്ടു മനു സാർ അവിടെ നിൽക്കുന്ന ജയശങ്കറിന്റെ അടുത്ത ഇന്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടു. ഹലോ, ഞാൻ കണ്ടായിരുന്നത്. യെസ്, ഏതായാലും സന്തോഷം, വളരെ സന്തോഷം. ഇവർക്ക് ഇതിനുള്ള ധൈര്യമില്ല. ഈ പ്രാവശ്യം പിന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് നേരെ പകുതിയാവും, നോക്കും. യെസ്, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേന്ദ്രൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സുരേന്ദ്രന് എങ്ങനെ തോന്നുന്നു ഈ ന്യായീകരണം? മുസ്ലിം ലീഗിന്റെ പതാക വേണ്ട എന്ന, അല്ലെങ്കിൽ ഇല്ല എന്ന ആ സാഹചര്യത്തെ സുരേന്ദ്രൻ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം സാറേ. എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം ലീഗിന്റെ കൊടി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതാണ്. പിന്നെ ഇവര് എന്തിനാണ് ഇത് ഒളിപ്പിച്ചു വെക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവർ ഇതന്നെ പറഞ്ഞിട്ട് ഇവർ പറയണം, ധൈര്യമായിട്ട് വടക്കേന്ത്യയിൽ പറയണം ഞങ്ങളൊരു മതേതര കക്ഷിയാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യതയ്ക്ക് പകരം ഇവർ ചെയ്യണത്, ഈ BJP അവർ ചെയ്യണത് അവിടുത്തെ ഉത്തരേന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ അമേഠിയിൽ മത്സരിക്കാതെ ഈ വയനാട്ടിൽ വന്ന് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മത്സരിക്കാൻ പറ്റാത്ത ഒരു നേതാവായി മാറി ഈ രാഹുൽ ഗാന്ധി. കാരണം ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കാനാണ് അദ്ദേഹത്തിന് പറ്റുള്ളൂ. വേറൊരു സ്ഥലത്ത് പോയി നിന്നാലും അദ്ദേഹം ജയിക്കില്ല എന്നാണ് ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സുരേന്ദ്രൻ, ഇപ്പൊ PMS സലാമിന്റെ ഒരു മറുപടി വന്നിട്ടുണ്ട് താങ്കളുടെ ചോദ്യത്തിന്. അതെങ്ങനെ എന്നുകൂടി നോക്കാം. ദേശീയ പദവി നിലനിർത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത്, ഞങ്ങൾ മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണ് എന്ന് PMS സലാം പറയുന്നു. അതിവൈകാരികതയല്ല, വിവേകത്തോടു കൂടിയുള്ള മുന്നേറ്റത്തിനാണ് മതേതര മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൈകാരികമായല്ല, വിവേകത്തോടു കൂടിയുള്ള മുന്നേറ്റമാണ്. സാർ ഇതും കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതെന്നറിയോ? PMS സലാമിന് 2 ദിവസം വേണ്ടി വന്നു ഇവിടത്തെ ഈ കോൺഗ്രസിന് SDPI-യുടെ ഈ ലീഗിന്റെ സമ്മതം ഇല്ലാണ്ട് SDPI ഇവർക്ക് സപ്പോർട്ട് ചെയ്യുമോ? എന്താ ഇപ്പോഴും പറഞ്ഞാണ് എന്താണെന്നറിയോ? MP-മാര് പറഞ്ഞിട്ടില്ല, VD സതീശനാണ് പറഞ്ഞാണ് ഞങ്ങൾക്ക് SDPI-യുടെ വോട്ട് ഒന്നും വേണ്ടെന്ന്. സുധാകരൻ പറഞ്ഞിട്ടില്ലല്ലോ, തള്ളി പറഞ്ഞിട്ടില്ലല്ലോ SDPI-യുടെ വോട്ട് വേണ്ടെന്ന്. ഇവരൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞാണ് ഇപ്പോ SDPI-യുടെ വോട്ട് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇവർക്ക് പറയാനുള്ള ധൈര്യം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് പറയാൻ പറ്റാത്തത്? അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് മതേതര സംഘടനയാണെന്ന്, മതേതര പാർട്ടിയാണെന്ന് ഇന്ത്യയിലുള്ള എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇവർക്ക് അരുണാചൽ പ്രദേശിലെ ഒരു BJP-യെ പേടിയില്ല എന്ന് പറയുന്നു. ഇവരെ അരുണാചൽ പ്രദേശിലെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇവരല്ലേ മുന്നണിയെ, ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ സ്ഥലത്തും ഞങ്ങൾ BJP-യെ എതിർത്ത് തോൽപ്പിക്കുന്നതുകൊണ്ട് അരുണാചൽ പ്രദേശിൽ എന്തുകൊണ്ട് ഇവര് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? ഈ PMS സലാം ചോദിക്കണ്ടായിരുന്നു. PMS സലാം ഇവിടെ ഈ ഇന്ത്യ മുന്നണി ഇടതുപക്ഷ പാർട്ടികൾ ഉള്ള സ്ഥലങ്ങൾ അറിയാം, അവർക്കറിയാം. മുസ്ലിം ലീഗിനും അറിയാം എവിടേക്കാണെന്ന്. ഇവരിപ്പോ ഡബിൾ എഞ്ചിന് ഉള്ള സമയത്ത് കിട്ടുന്ന മാതിരിയും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ലീഗ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്നോ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തേക്ക് പോരുന്ന തോന്നുന്നത്. കാരണം എവിടെയാണോ കിട്ടാൻ സാധ്യതയുള്ളത് അവിടേക്ക് മാറുന്ന പാർട്ടിയാണ് ഈ ലീഗ്. അത് വ്യക്തമായിട്ടാണ് PMS സലാം അതാണ് ചോദിക്കേണ്ടത്. PMS സലാം പറയേണ്ടത് ഞങ്ങളുടെ കൊടി ഉയർത്തി കാണിച്ച് കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണെന്ന് ഇന്ത്യയിൽ തെളിയിച്ച് കാണിക്കേണ്ടായിരുന്നു. അത് പറഞ്ഞ സമയപരിമിതി കൊണ്ടാണ് സുരേന്ദ്രൻ. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു കളമശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ, നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ അജയ് കുമാറിന് എന്ത് തോന്നുന്നു?
ഇത് തന്ത്രപരമായ വിവേകത്തോടു കൂടിയുള്ള ഒരു നീക്കമാണോ UDF-ന്റേത്? പതാക വേണ്ട എന്ന് തീരുമാനിച്ചു. ഇതൊരു തന്ത്രപരമായ നീക്കമാണ്, അതിലാരും സംശയിക്കണ്ട. പിന്നെ പിണറായി വിജയൻ എന്തിനാ വിഷമിക്കുന്നത്? മദനിയെ കസേരമേ ഇരുത്തിയിട്ട് അച്യുതാനന്ദനെ എണീപ്പിച്ച് നിർത്തിയ ആളല്ലേ പിണറായി വിജയൻ. പിണറായി വിജയൻ എന്നാ വർഗീയതയോട് ദേഷ്യം തുടങ്ങിയ മുസ്ലിം ലീഗിന്റെ പുറകെ നടക്കുന്ന പാർട്ടി ആളല്ലേ പിണറായി വിജയൻ. അപ്പൊ ഇത് കോൺഗ്രസിന്റെ ഒരു തന്ത്രപരമായ നീക്കമാണ്. ആ നീക്കം അഭിനന്ദനാർഹമാണ്. അതിന് പിണറായി വിജയൻ വിഷമിക്കണ്ട. ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, സ്വന്തം മോളുടെ അഴിമതി മൂടി കെട്ടാൻ നരേന്ദ്രമോദി ഇന്ന് ഉച്ചരിക്കാത്ത ആളാണ് പിണറായി വിജയൻ. സമയപരിമിതി കൊണ്ടാണ്. ഒരു കോളർ കൂടിയുണ്ട്. സന്തോഷ് കാസർഗോഡ് നിന്ന് വിളിക്കുന്നു. സന്തോഷ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സന്തോഷ് ഈ പതാക വിവാദത്തെ എങ്ങനെ കാണുന്നു? കലക്കവള്ളത്തിൽ മീൻ പിടിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. കാരണം ലീഗിന്റെ അണികളിൽ അത് തക്ഷം വരുത്തിക്കൊണ്ട് അവിടെ നിന്ന് കുറച്ച് 10 വോട്ട് നേടാം. പിന്നെ ഭരണഘടന സംരക്ഷിക്കാനാണ് പിണറായി വിജയൻ ഇന്ത്യ ഭരണഘടന സംരക്ഷിക്കാനാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സജി ചെറിയാൻ എന്ന ആ മന്ത്രിയെ പുറത്താക്കണം. കാരണം ഭരണഘടനയെ കുന്തം കുറച്ചൊക്കെ എന്ന് പറഞ്ഞ വ്യക്തിയെ അരികിലിരുത്തിക്കൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു വാക്കിന് വിലയില്ലാത്ത വർത്താനം അത് പറയരുത്. പിന്നെ ഏതായാലും സമയം അവസാനിച്ചു. സന്തോഷ്, വളരെ നന്ദി. കാസർഗോഡ് നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ലീഗിൻ്റെ കൊടി രാഹുലിൻ്റെ റാലികളിൽ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന്, ലീഗിൻ്റെ പതാകയ്ക്ക് ഭ്രഷ്ടുണ്ടോ രാഹുലിൻ്റെ റാലിയിൽ എന്നായിരുന്നു ചോദ്യം. 66% ആളുകൾ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം 44% ആളുകൾ അങ്ങനെ നോക്കിക്കാണേണ്ടതില്ല എന്ന നിലപാടും എടുക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.